പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ള ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവപാദപീഠത്തിൽ കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. എല്ലാവർക്കും ഞാൻ യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മെ ക്ഷേമത്തോടെ പരിപാലിച്ചു. വീണ്ടും പുതിയ വർഷത്തിൻ്റെ രണ്ടാമത്തെ ദിവസം കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. അതോർത്ത് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രവാചകനായ യെഹെസ്കേൽ പ്രവചനീയ ആത്മാവിൽ വിളിച്ചു പറഞ്ഞ ഒരു വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ജനത്തോട് പ്രവാചകൻ വിളിച്ചു പറയാൻ പറയുകയാണ്, ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ദൈവത്തിന് സ്തോത്രം. ദൈവം ആരാണെന്ന് നാം അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ദൈവത്തെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംശയത്തിൻ്റെ നിഴലുകൾ കടന്നു വരാറുണ്ട്. ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചോ ദൈവത്തിൻ്റെ കരുതലെക്കുറിച്ചൊക്കെ പലപ്പോഴും നമ്മൾ സംശയാലുക്കളാണ്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യെഹെസ്കേൽ പ്രവാചകനിൽ കൂടെ വിളിച്ചു പറയുന്ന ഒരു വചനമാണ്, ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. അതിന് ദൈവം എന്താണ് ചെയ്യുന്നത്? ആ വാക്യം അടുത്ത് പറയുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും. സ്തോത്രം. നമ്മൾ ജീവിച്ചിരിക്കണം. ഭൂമിയിലായാലും സ്വർഗത്തിലായാലും എവിടെയായിരുന്നാലും നമ്മൾ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ദൈവം മാത്രമാണ്. സ്തോത്രം. അതിനായി ദൈവം ചെയ്തത് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകിയ ദൈവം. പാപത്താൽ മരണത്തിന് വിധിക്കപ്പെട്ടതായ നമ്മെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്താലാണ് നമുക്ക് നിത്യരക്ഷ ലഭിച്ചതെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്, ദൈവത്തിൻ്റെ ആഗ്രഹം, നാം ജീവിക്കുന്ന സാക്ഷികളായി ഈ ഭൂമിയിൽ നിൽക്കണം. സ്തോത്രം. അതിന് ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കിയിരിക്കുമ്പോൾ യഹോവ ആരാണെന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാൻ പോവുകയാണ്. സ്തോത്രം. നമ്മുടെ വഴികളിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ആഗ്രഹങ്ങളിലൊക്കെ ദൈവികമായ ഒരു പ്രവൃത്തി വെളിപ്പെടുവാൻ സമയമായി. ഈ വർഷക്കാലം ദൈവത്തിൻ്റെ ധാരാളം ദൈവിക പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ ആ സംരക്ഷണം, ദൈവത്തിൻ്റെ സാമീപ്യം നമ്മൾ കൂടുതലായി നാം തിരിച്ചറിയാനായി പോവുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടോ? ഏത് പ്രയാസങ്ങളെയും അതിജീവിപ്പാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും. നമ്മുടെ രോഗങ്ങളിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിപ്പാൻ സാധിക്കും. നമ്മുടെ സങ്കടങ്ങളിൽ നിന്നും നമുക്ക് അതിജീവിപ്പാൻ കഴിയും. ദൈവത്തിൻ്റെ സ്തോത്രം. വ്യക്തിപരമായ സങ്കടമായാലും കുടുംബപരമായ സങ്കടമായിരുന്നാലും ഏതിനെയും അതിജീവിപ്പാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരെ വിട്ടിട്ട് താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപേ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വചനം ഇതയാണ്: ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയതിന് ശേഷം എൻ്റെ കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്കായി അയക്കും. സ്തോത്രം. അതെ, യേശു കർത്താവ് പോകുമ്പോഴും താൻ വലിയൊരു ഉത്തരവാദിത്വം അവിടെ നിർവഹിച്ചിട്ടാണ് യേശു കർത്താവ് പോയത്. തൻ്റെ ശിഷ്യന്മാരെ നയിക്കുവാൻ, അവർക്ക് വേണ്ടി ആലോചന പറഞ്ഞു കൊടുക്കുവാൻ, അവരുടെ ശുശ്രൂഷകൾ വിജയകരമായി തീരുവാൻ വേണ്ടി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ തൻ്റെ ജനത്തിനു വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടോ എങ്കിൽ യഹോവ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ സകല സങ്കടത്തിൽ നിന്ന് വിടുവിക്കുവാൻ, നിങ്ങളുടെ സകല പ്രതികൂലത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവശക്തനാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ നിങ്ങളുടെ യാത്ര തുടരാം. നിങ്ങളുടെ പ്രതികൂലങ്ങളെ അതിജീവിപ്പാനുള്ള കൃപ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകാൻ പോകുന്നു. അതുകൊണ്ട് പ്രതികൂലങ്ങൾ കേട്ട് കണ്ട് മടിച്ചു നിൽക്കുകയല്ല, മുൻപോട്ട് കുതിക്കാം. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് പകൽക്കാലം എല്ലാവിധമായ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം ആത്മീക ഭൗമിക അനുഗ്രഹങ്ങളാൽ നിങ്ങൾക്ക് നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.